നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തങ്ങളുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഇറാൻ. അതായത് ഈ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഫെബ്രുവരി 28 നടന്ന അമേരിക്കൻ ഇസ്രയേൽ സംയുക്ത സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇറാൻ ഔദ്യോഗികമായാണ് മോദിയെ ക്ഷണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു. ഡൽഹിയിലെ ഇറാൻ എംബസി വഴി ചൊവ്വാഴ്ചയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ VVIP ക്ഷണം കൈമാറിയത്. നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും അമേരിക്കയുമായുള്ള പുതിയ വ്യാപാര കരാറുകളും മുൻനിർത്തിയാണ് നരേന്ദ്രമോദി ഈ യാത്രയിൽ നിന്നും തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ് എന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കില്ല, അതായത് ഈ സംസ്കാര ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കില്ല എന്നാണ് നിലവിലെ വിവരം. പകരം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഉപരാഷ്ട്രപതിയെ ടെഹ്റാനിലേക്ക് അയക്കാനാണ് നിലവിൽ സൗത്ത് ബ്ലോക്കിൽ നിന്നുമുള്ള സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഗൾഫ് രാജ്യങ്ങളെ പിണക്കുന്ന തരത്തിലുള്ള നിലപാട് കൈക്കൊള്ളാൻ ഇന്ത്യ ഒരിക്കലും തയ്യാറല്ല. അതുകൊണ്ടാണ് അമേരിക്കൻ ബോംബാക്രമണത്തിൽ 86-കാരനായ ഖമേനി കൊല്ലപ്പെട്ട് 106 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്കായി തീയതി കുറിച്ചിരിക്കുന്നത്. ആ ചടങ്ങിലേക്കാണ് മോദിയെ ക്ഷണിച്ചിരിക്കുന്നത്. ജൂലൈ 4 ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ആരംഭിക്കുന്ന സംസ്കാര ചടങ്ങുകൾ ജൂലൈ 9 ഖമേനിയുടെ ജന്മനാടായ മഷാദിലാണ് അവസാനിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇറാനിലുടനീളം 3 ദിവസം നീണ്ടു നിൽക്കുന്ന വൻ വിലാപയാത്രയും സംഘടിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ മാർച്ചിൽ തന്നെ സംസ്കാരം നടത്താനായിരുന്നു ഇറാന്റെ നീക്കം. എന്നാൽ അമേരിക്കയുമായുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടതും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ഇസ്രായേലിന്റെയോ US-ന്റെയോ ഭാഗത്തു നിന്ന് വീണ്ടും അതിശക്തമായ മിസൈൽ ആക്രമണം ഉണ്ടായേക്കാമെന്ന കനത്ത സുരക്ഷാ ഭീഷണിയുമാണ് ചടങ്ങുകൾ ഇത്രയും നീണ്ടുപോകാൻ കാരണമായത്. സുരക്ഷാ മുൻകരുതലുകൾ പൂർണ്ണമായ ശേഷമാണ് ഇപ്പോൾ ചടങ്ങുകളിലേക്ക് ലോക നേതാക്കളെ ക്ഷണിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുമെന്നും ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മോദിക്ക് പുറമെ ചൈന, റഷ്യ, ഖത്തർ, ഫ്രാൻസ് തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാർക്കും ഇറാൻ കത്തയച്ചിട്ടുണ്ട്. റഷ്യയും ചൈനയും തങ്ങളുടെ ഉയർന്ന പ്രതിനിധികളെ അയക്കുമെന്ന കാര്യവും ഉറപ്പാണ്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രി പോകുമോ എന്ന കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം മൗനത്തിലാണ്. അമേരിക്കയുമായി ഒപ്പുവെച്ച പുതിയ വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലേക്ക് മോദി നേരിട്ട് പോകുന്നത് വാഷിംഗ്ടണിനെ ചൊടിപ്പിച്ചേക്കാം എന്ന വിലയിരുത്തലുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിക്ക് പകരം ഉപരാഷ്ട്രപതിയെ അയച്ച് നയതന്ത്രപരമായ മര്യാദ നിലനിർത്താൻ ഇന്ത്യ കരുക്കൾ നീക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനമായി ഇറാൻ സന്ദർശിച്ചത് 10 വർഷം മുമ്പ്, അതായത് 2016 മെയ് മാസത്തിലാണ്. അന്ന് ഖമേനിയെയും അന്നത്തെ പ്രസിഡന്റ് ഹസൻ റുഹാനിയെയും നേരിട്ട് കണ്ട് മോദി ഇന്ത്യക്ക് ഏറെ തന്ത്രപ്രധാനമായ ചബഹർ തുറമുഖം വികസിപ്പിക്കുന്നതിനുള്ള ചരിത്രപരമായ ത്രികക്ഷി കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അതിനുശേഷം 2018 റുഹാനി ഇന്ത്യയിലുമെത്തി. ഒടുവിൽ കഴിഞ്ഞ 2024 ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ വെച്ച് നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെയാണ് മോദിയും നിലവിലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത്. അന്ന് പെഷഷ്കിയാനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു എങ്കിലും ഫെബ്രുവരിയിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റി വരയ്ക്കുകയായിരുന്നു. ഖമേനിയുടെ മരണത്തോടെ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും പുതിയ പരമോന്നത നേതാവ് ആരാകുമെന്നതും ഇന്ത്യ ഉറ്റുനോക്കുന്ന കാര്യമാണ്.